കുറ്റപത്രം കുറ്റമറ്റതാകുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീമതി ബിന്ദുകൃഷ്ണ രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് ആദ്യം കടക്കുകയാണ്. പോലീസ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയാണ്. കുറ്റപത്രം വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഓണത്തിന് മുൻപോ ഓണത്തിന് ശേഷമോ തന്നെ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതുവരെയുള്ള പോലീസിന്റെ നടപടികളെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ആദ്യഘട്ടത്തിലുള്ള പോലീസിന് അനാസ്ഥ ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്തപ്പോൾ പോലീസും വേഗതയിലായി. തീർച്ചയായും ഇന്ന് പോലീസ് കാണിക്കുന്ന ശുഷ്കാന്തിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ എങ്ങനെയൊക്കെയാണോ ഒരു പോലീസ് ഫോഴ്സ് നിലപാടെടുക്കേണ്ടത്, അതുപോലെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതിയുടെ ഒരു സ്റ്റാറ്റസോ അതിൻ്റെ ഒരു ആഘോഷമോ ഒന്നും തന്നെ കേസിനെ ബാധിക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നതിനെ സ്ത്രീ എന്ന നിലയിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇതിപ്പോൾ കുറ്റപത്രം കുറ്റമറ്റതാകുമോ എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ തയ്യാറാക്കുന്ന കുറ്റപത്രത്തിന് ഒരു ന്യൂനതയും ഉണ്ടാകില്ല എന്ന് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്തു. ഉടൻ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായി ഒരു സൂചനയുമില്ല. അതിന് അർത്ഥം എന്താണ്? ഈ പോലീസ് പലരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ചിലരിൽ നിന്ന് വിവരങ്ങൾ ആരായുകയായിരുന്നു, ചിലരിൽ നിന്ന് മൊഴിയെടുക്കുക തന്നെയായിരുന്നു. അവരിലേക്കൊന്നും നീങ്ങാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്ന് പറ്റുന്ന പാളിച്ചയാണോ, അല്ലെങ്കിൽ ഒരു കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിക്കാത്തതാണോ, അതോ ദിലീപ് മാത്രമേ ഉള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തിലേക്ക് പോലീസ് എത്തിയെന്നാണോ? ഞാൻ അതാണെന്ന് കരുതുന്നത്. ഈ ഗൂഢാലോചന ദിലീപും പൾസറും മാത്രം ആയിട്ടാണെന്ന് തോന്നുന്നു പോലീസ് മുന്നോട്ട് പോകുന്നത്. ആ ഗൂഢാലോചനയിൽ വേറെ ആരെങ്കിലും പങ്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്. ഞാൻ ആ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്താലും പൾസറിന് ഇനിയും വാ തുറക്കാം. തനിക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു കുറ്റസമ്മത മൊഴി ഇപ്പം ചാർജ് കൊടുത്ത ശേഷവും പൾസർ സുനിക്ക് കോടതി കൊടുക്കാൻ പറ്റും. കുറ്റസമ്മത മൊഴിയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വീണ്ടും പോലീസ് ഇത് റീ ഓപ്പൺ ചെയ്യേണ്ടി വരും. 171(8) CRPC പ്രകാരം വീണ്ടും ഓപ്പൺ ചെയ്യും. താങ്കൾ പറഞ്ഞ രഹസ്യമൊഴി രഹസ്യമൊഴി എന്ന് പറയാനൊക്കെ 164. അപ്പോൾ ആ ഒരു മൊഴി കൊടുക്കുമ്പം, കാരണം ഇതുവരെ ഇപ്പം അതിനകത്തൊരു സാങ്കേതികമായ പ്രശ്നം കാണുന്നത്, ആ മൊഴി കൊടുക്കാനായിട്ട് പൾസറിൻ്റെ അഡ്വക്കേറ്റ് ഇനി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു കോടതിയിൽ അപേക്ഷ കൊടുത്തത്. ആ ചില കാര്യങ്ങൾ എന്നുള്ളതിന് കോടതി എൻ്റർടൈൻ ചെയ്യില്ല. കുറ്റസമ്മത മൊഴിയാണെങ്കിൽ കോടതി അത് റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു സാങ്കേതിക പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ കുറ്റസമ്മത മൊഴി വരാൻ താമസിക്കുന്നത്. പക്ഷേ പോലീസ് ഇനി പെട്ടെന്ന് 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ കിടക്കുക. രണ്ട് വിധത്തിലാണോ? ഒന്ന്, പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴി വന്നാൽ അതിനകത്ത് പോലീസ് ഇപ്പം കണ്ടെത്തിയതല്ലാത്ത കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോലീസ് ചിലപ്പം പോകേണ്ടി വരും. പിന്നെ മറ്റൊന്ന്, ഈ മൊബൈൽ ഫോണും ഈ മെമ്മറി കാർഡും അല്ലെങ്കിൽ ആ ക്ലിപ്പിങ്സും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് സേഫായിട്ട് എനിക്ക് തോന്നുന്നത് അത് ദിലീപിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, സേഫാണെന്നാണ് വിചാരം. അത് ആദ്യം ദിലീപ് 2 ദിവസം വലിയ കോൺഫിഡൻസോടു കൂടിയാണ് സംസാരിച്ച് TV കണ്ടത്. എന്നെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഈ സാധനം പുള്ളിയുടെ കയ്യിലുണ്ട്, വേറൊരാളുടെ കയ്യിലില്ല. പക്ഷേ ഈ കേസിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇതിനകത്ത് ആ മൊബൈൽ ഫോണിൻ്റെ ആവശ്യവുമില്ല, ആ ഒറിജിനൽ ക്ലിപ്പിങ്സിൻ്റെ ആവശ്യമില്ലാന്ന് തന്നെ. കാരണം അതിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനലിൽ നിന്ന് കുറേ പ്രിൻ്റ് പ്രതിയായ പൾസർ സുനിയെ എടുത്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒറിജിനൽ സാധനം എവിടെ പോയിരിക്കുന്നു? അത് അഡ്വക്കേറ്റിൻ്റെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നശിപ്പിച്ചു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് രാജകുമാർ, അതാണ് ഈ ഫോൺ നശിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യത്തെ അഭിഭാഷകനും അദ്ദേഹത്തിൻ്റെ ജൂനിയറുമാണ്. അതിൻ്റെ പേരിൽ അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ആ ഫോൺ നശിപ്പിച്ചു എന്നുള്ളത് ദിലീപിന് ഗുണം ചെയ്യുമോ, മറിച്ചാകുമോ? അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ കേസിലൊരു പ്രത്യേകതയുണ്ട്. തെളിവ് നശിപ്പിക്കൽ എന്നൊരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കൽ എന്നുള്ളൊരു വകുപ്പ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രത്യേകത നിയമപരമായിട്ടുള്ളത്, ഇവിടെ എക്സിക്യൂഷൻ നടത്തിയ പ്രതികളും ഗൂഢാലോചനയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത പ്രതികളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഈ കേസിലുണ്ട്. പക്ഷേ
പ്രോസിക്യൂഷന് ഈ രണ്ടുപേരെയും കോൺഫിഡൻസിലെടുക്കാനേ കഴിയില്ല. അവരുടേതായ മാർഗത്തിൽ ഈ കേസ് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം. മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നതുകൊണ്ട് അത് പ്രതികൾക്ക് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? ഈ കേസിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫോൺ സിം കാർഡോടുകൂടി നശിപ്പിക്കപ്പെട്ട് ഇല്ലെങ്കിൽ മെമ്മറി കാർഡോടുകൂടി നശിപ്പിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ആ നശിപ്പിക്കപ്പെട്ട ഒരു സാധനം നശിപ്പിക്കപ്പെട്ടു പോയി, അത് പ്രതിയുടെ കൈവശം വെച്ചാണ് നശിപ്പിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതായ ഡോക്യുമെൻ്ററി എവിഡൻസ്, അതായത് മെമ്മറി കാർഡിൻ്റെ കണ്ടൻസ് അവർക്ക് എതിരായിരുന്നത് കൊണ്ടാണ് അത് നശിപ്പിക്കപ്പെട്ടത് എന്നൊരു പ്രിസംഷനിലേക്ക് താങ്കൾ പറയുന്നത് തെളിവ് നശിപ്പിക്കൽ എന്നതിലേക്ക് തന്നെ അത് എത്തും. തെളിവ് നശിപ്പിക്കൽ എന്നുള്ള ഒരു ഘട്ടത്തിൽ വന്നാൽ അത് തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള ഒരു ആനുകൂല്യം ഒരിക്കലും പ്രതിക്ക് അവകാശപ്പെടാൻ കഴിയും. അങ്ങനെയെങ്കിൽ ശ്രീ അജകുമാർ, ഇതിപ്പോൾ രാമൻപിള്ള എന്ന പ്രഗത്ഭനായ വക്കീൽ ഇപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇതാണ് പ്രധാനപ്പെട്ട വാദമായി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. പ്രധാന തെളിവെന്ന് പറയുന്ന ആ ഫോൺ നശിപ്പിക്കപ്പെട്ടു എന്ന് ഈ അഭിഭാഷകർ തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മറ്റൊന്ന്, അപ്പുണ്ണിയെ പിടികിട്ടുന്നില്ല, അപ്പുണ്ണി ഒളിവിലായതുകൊണ്ട് ജാമ്യം നൽകാനാവില്ല എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ വാദം. ഇപ്പോൾ അപ്പുണ്ണി വന്ന് പോലീസിന് മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാമ്യത്തിലേക്ക് നീങ്ങാനാകുമെന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ. അതായത് അവർ പ്രോസിക്യൂഷൻ നിരത്തിയ അനേകം വാദങ്ങളിൽ രണ്ടെണ്ണമാണ് താങ്കൾ പറഞ്ഞത്. വേറെയും അനേകം വാദഗതികൾ നിരത്തി കഴിഞ്ഞ ബെയിൽ ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നിയമപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈമറി ഡോക്യുമെൻ്റാണ് മെമ്മറി കാർഡ്. ആ പ്രൈമറി ഡോക്യുമെൻ്റ് നശിപ്പിക്കപ്പെട്ടു പോയാൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് പ്രൈമറി എവിഡൻസ് ഒരിക്കലും റിട്രൈവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിച്ചു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി എവിഡൻസ് അഡ്യൂസ് ചെയ്യാം. ഈ മെമ്മറി കാർഡിൻ്റെ കോപ്പി 4 or 5 സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റഡ് ഇമേജ് ആക്കി ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രൈമറി എവിഡൻസിന് പകരം മുന്നോട്ട് വയ്ക്കുവാൻ പ്രോസിക്യൂഷന് അവസരം നൽകും. അതാണ് നിയമപരമായി. അത് പ്രൈമറി എവിഡൻസിന് തുല്യം, പ്രൈമറി എവിഡൻസ് അല്ല. കോടതി കണക്കാക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. അത് നിയമത്തിൽ പറയുന്നതല്ലേ, വെൻ ദർ ഈസ് നോ സെക്കൻഡറി എവിഡൻസ് എപ്പോഴെല്ലാം നമുക്ക് അഡ്യൂസ് ചെയ്യാം എന്ന് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പറയുന്നത്. ഒന്ന്, ഒറിജിനൽ ഡോക്യുമെന്റ് ഇറിട്രവബിളി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി എവിഡൻസ് പ്രൈമറി എവിഡൻസിന്റെ സ്ഥാനത്തേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടും. അഡ്വക്കേറ്റ് എ റഹീം, ഇതിപ്പോൾ പോലീസ് വളരെ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നു. ഓണത്തിന് മുൻപോ അതിനുശേഷമോ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ തന്നെ പോലീസിനെ ശ്ലാഘിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ CBIക്ക് വിടണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ പോലീസിന്റെ വേഗത്തിലുള്ള നടപടിയെ അഭിനന്ദിക്കുന്നു. ബിന്ദുകൃഷ്ണൻ നേരത്തെ അങ്ങനെയാണ് പ്രതികരിച്ചത്. റഹീം, പക്ഷേ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ ബാധ്യതയാവുകയല്ലേ കാര്യങ്ങൾ? കാരണം ഇനി ഇതിലെന്തെങ്കിലും പിഴവ് വന്നാൽ ആ കുറ്റപത്രത്തിലെ പിഴവ് കൊണ്ടാണ് ശിക്ഷ ലഭിക്കാതിരിക്കുന്നത് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ വളരെ അവധാനതയോട് തന്നെ പോലീസ് നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നീങ്ങുന്നുണ്ട് എന്നാണോ താങ്കളുടെ ഒരു മനസ്സിലാക്കുക? അങ്ങനെ നീങ്ങുന്നുണ്ട്. ഇവിടെ വന്ന വാർത്ത കുറ്റപത്രം ഉടൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിച്ച വാർത്തയായി ഞാൻ കരുതുന്നില്ല. 2 കുറ്റപത്രങ്ങളും ഒരുമിച്ച് വിചാരണയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അല്ല, ഈ കേസിലെന്നല്ല, ഇത്തരത്തിൽ ശ്രദ്ധേയമായ എല്ലാ കേസുകളിലും സർക്കാരിൻ്റെ നിലപാട് കഴിയുന്നത്ര വേഗതയിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കുകയും സ്ത്രീ പീഡന കേസുകളെല്ലാം തന്നെ നിർഭയ ലോസിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വേഗതയിൽ അതിൻ്റെ വിചാരണ നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അത് ഇതിലല്ല, കൊട്ടിയൂർ പീഡനത്തിലെല്ലാത്തിലും അത് കാണാൻ കഴിയും. അതെനിക്ക് തോന്നുന്നു 73ാമത്തെ ദിവസം കുറ്റപത്രം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സുനിയുടെ കേസിൽ 53ാമത്തെ ദിവസം തന്നെ സുനിയുടെ കുറ്റപത്രം കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് ഗവൺമെൻറ് പോലീസിനെ സംബന്ധിച്ച് എന്ന് കുറ്റപത്രം കൊടുക്കാമെന്നുള്ളതല്ല, അല്ല പോലീസാണ് തീരുമാനിക്കേണ്ടത്. പോലീസിൻ്റെ മുമ്പിൽ സ്മൃതി ചോദിച്ച കാര്യമാണുള്ളത്. പഴുതുകൾ അടച്ചു കൊടുക്കാനാവുക എന്നുള്ളതാണ്. പഴുതുകൾ അടച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. വേഗതയിൽ കൊടുക്കാൻ 2013 മാർച്ച് മുതൽ 2017 ഫെബ്രുവരി വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി കോർത്തിണക്കി അത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ എവിടെയൊക്കെ പഴുതുകളുണ്ടെന്ന് നമുക്ക് അറിയില്ല. അല്ല, അത് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടാണ്. അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ശ്ലാഘനീയമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ റഹീം, ഒരു കാര്യമില്ലേ, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന പോലീസ് തന്നെ തന്നിരുന്നു ഒരു ഘട്ടത്തിൽ. വേണ്ടി വന്നാൽ അറസ്റ്റ് എന്ന്. ദിലീപുമായി വളരെ അടുത്ത ആളുകളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. പലരിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു, ചിലരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും കൂടുതലായി കിട്ടിയെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ അറസ്റ്റിലേക്ക് പോകാൻ പറ്റാത്തത് ആ തരത്തിലുള്ള ഒരു തെളിവുകൾ പോലീസിന് ലഭിക്കാത്തതുകൊണ്ടല്ലേ? അത് പോലീസിന്റെ വീഴ്ചയാണോ? അത് ദിലീപ് മാത്രമാണ് ഇതിൽ പ്രതിയെന്നൊരു
നിഗമനത്തിലേക്ക് പോലീസ് എത്തിയെന്നാണോ? അല്ല, ഒരാളെ കണ്ടുവച്ചിട്ട് അയാൾക്കെതിരായ തെളിവുകൾ നോക്കല്ല പോലീസ് അന്വേഷണത്തിൽ ചെയ്യുക. അത് ഇതിലല്ല ഒരു കേസിൽ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പോലീസ് സാധാരണഗതിയിൽ ചെയ്യുക ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കലാണ്. ആ സംഭവവുമായി ബന്ധമുള്ള ആളുകളെയെല്ലാം തന്നെ പിടിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വരുന്ന തെളിവുകൾ അപ്പോൾ കിട്ടുന്ന സൂചനകളിലൂടെ അന്വേഷണം പോകും. അതാണ് ചില അർത്ഥസത്യങ്ങളും ചില സത്യങ്ങളുമൊക്കെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എത്രത്തോളം ശരിയാകണമെന്നില്ല. രണ്ട്, ആ നീങ്ങുന്നത് കിട്ടുന്ന വിവരമനുസരിച്ചിട്ടായിരിക്കും. ഒരാളെ ചോദ്യം ചെയ്തു, ഒരാളോട് ചില മൊഴികളിൽ ചില പേരുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ആ പേരുകളെ ചോദ്യം ചെയ്യും. അത് പൂർണ്ണതയിലെത്തണമെന്നില്ല. നിഗമനം അയാളെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ അയാൾ പറയുന്ന ചില വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ മാറി പറഞ്ഞു ധരിക്കാം. ഇൻ ടോട്ടൽ ഈ കേസിൽ വളരെ വേഗതയിൽ പോലീസ് കാര്യങ്ങൾ നീക്കുന്നു. മാത്രമല്ല വളരെ സമർത്ഥമായി പോലീസ് നീക്കുന്നു, പഴുതുകളടച്ച് നീക്കുന്നു. പൊതുവിൽ നല്ല ഒരു സന്ദേശമാണ് കേരളത്തിൽ ഈ കേസിൽ ഗവൺമെൻറ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന കാര്യം പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള പുതിയ മാനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അത് രാജ്യമാകെ ഇത്തരം പ്രവണത ശക്തിയായിരുന്നു. ഇപ്പോൾ ഗ്യാങ് റാപ്പ്, ഇപ്പോൾ നിർഭയ ലോസിൻ്റെ വിഷയത്തിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളാണെങ്കിൽ പണത്തിൻ്റെ എല്ലാം സ്വാധീനത്തിൽ രക്ഷപ്പെട്ടു പോകും, അശക്തയായി പോകും സ്ത്രീ എന്നുള്ളതായിരുന്നു. അതിവിടെ സംഭവിച്ചില്ല. ഇവിടെ ഏറ്റവും ശക്തനായ ഒരാൾ, അതിൻ്റെ ഗൂഢാലോചന കേസിലെ പ്രതി, നേരിട്ട് ഇടപെട്ടയാളല്ല, ഗൂഢാലോചന കേസിലെ പ്രതി, അയാൾ അറസ്റ്റിലായി ജയിലിലാണ്. രണ്ടാമതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഗവൺമെൻറ്റിനെ നമുക്ക് ശ്ലാഘിക്കാൻ കഴിയുന്നൊരു കാര്യം, വേഗത കുറഞ്ഞു എന്നുള്ളതാണ് പൊതുവേ നമ്മളുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം. അതിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പോകുന്നു. ഇനി മൂന്നാമതൊരു കാര്യം, ഇനി പിടിച്ചയാൾ വലിയ സ്വാധീനമുള്ളയാളാണ്, അയാൾക്ക് ജയിലിൽ അല്ലെങ്കിൽ പിടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പരിഗണന അതും കൊടുത്തില്ല. ഇതൊരു ഗവൺമെന്റിന്റെ വളരെ കൃത്യമായൊരു നിലപാടാണ്. അതാണ് അദ്ദേഹം അതൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് പോലീസിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറ്റിയെടുത്തു കേരളത്തിലെ പൊതുസമൂഹം. അങ്ങനെ പൊതുസമൂഹത്തിന്റെ എടുക്കുന്ന നിലപാടിനനുസരിച്ചല്ലോ വിൻസൻ എംഎൽഎയുടെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്. ബിന്ദുകൃഷ്ണൻ എടുത്തിട്ടുള്ള നിലപാട് സമ്മതിച്ചു. ബിന്ദുകൃഷ്ണൻ നിലപാടെടുത്ത് സമ്മതിച്ചു. പക്ഷെ പാർട്ടി അങ്ങനെയല്ല. അതിലേക്ക് പോകേണ്ടതില്ല. എല്ലാത്തിലും നിർഭയായി നിൽക്കുന്നവരാ ഞങ്ങള്. നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ശ്രീ സജി നന്ദ്യാട്, ഇനിയിപ്പോൾ അടുത്ത ജാമ്യത്തിനായി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനൊരുങ്ങുകയാണ് ദിലീപ്. പ്രതീക്ഷയിലാണ്. അഭിഭാഷകനെ മാറ്റിയിരിക്കുന്നു. അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ്. പക്ഷേ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ എത്രത്തോളം സഹായകരമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രധാന തെളിവ് എന്നത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന് അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പുണ്ണി പോലീസിൽ ഹാജരായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതും ഒരു ഘടകമാകില്ല എന്നുള്ളത്. പിന്നെ സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ടാണ്. രഹസ്യമൊഴി, പ്രധാനപ്പെട്ട മൊഴി നൽകേണ്ടവരിൽ നിന്നും രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ മൊഴികൾ ഇനി മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള വാദവും നിലനിൽക്കില്ല. ഇതൊക്കെയാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാന വാദമുഖങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് എത്രത്തോളം ശക്തമാണ് ശ്രീ സജി നന്ദ്യ? സ്മൃതി, ഞാൻ ഒരു നിയമജ്ഞനല്ലെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയിൽ ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2 ജാമ്യാപേക്ഷ ദിലീപിനെ തള്ളിക്കളഞ്ഞു. ആ അവസരത്തിലുള്ള ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് അനവസരത്തിലുള്ളതാണ്. വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത കാര്യമല്ല. സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം ജാമ്യം ലഭിക്കില്ല. കാരണം പോലീസ് പറയുന്നു 120B ഗൂഢാലോചന കുറ്റം ഞങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി അന്വേഷിക്കാനുണ്ടെന്ന് പറയുന്നിടത്ത് കോടതി പോലീസോടൊപ്പം നിൽക്കും, അല്ലെ പബ്ലിക് പ്രോസിക്യൂട്ടറോടൊപ്പം നിൽക്കും. ഇവിടുത്തെ പ്രശ്നം, ദിലീപ് 3ാമത് ജാമ്യത്തിന് പോകുന്നു. രാമൻപിള്ള എന്ന പുതിയ വക്കീൽ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ദിലീപിന് ജാമ്യം കൊടുക്കാതിരുന്നപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ നിരത്തിയ വാദങ്ങളിൽ ഒന്ന്, അപ്പുണ്ണി എന്ന ദിലീപിൻ്റെ ഡ്രൈവർ കം മാനേജർ പിടികിട്ടാറുണ്ട്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഇതിനകത്ത് ഈ പറഞ്ഞ ഗൂഢാലോചനയിൽ തെളിയിക്കപ്പെടുന്ന ഈ പറഞ്ഞ മൊബൈൽ കണ്ടെടുക്കാനുണ്ട്, ദൃശ്യങ്ങളടങ്ങിയ. ഈ 2 കാര്യങ്ങളുടെയും സാധൂകരണം ഇപ്പോൾ ലളിതമായിരിക്കുന്നു, കുറച്ചുകൂടി ദുർബലപ്പെട്ടു. കാരണം മൊബൈലിന് നശിപ്പിക്കപ്പെട്ടു എന്ന് പ്രതീഷ് ചാക്കോയുടെ കൂടെയുള്ള വക്കീല് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടു എന്ന്. നമുക്കറിയാം ഒരു കാര്യം ഒരു സർട്ടിഫിക്കറ്റ് പോലും കാണാതെ പോയാൽ നശിപ്പിക്കപ്പെട്ടു എന്നല്ല, നശിപ്പിച്ചു, താൻ നശിപ്പിച്ചു എന്നാണ്. അതെ, അത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തിരികെ ഒരിക്കലും ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അത് ക്ലോസ് ആയി.
2 അപ്പുണ്ണിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അത് ക്ലോസ് ആവുകയില്ല എന്നല്ലേ അഡ്വക്കേറ്റ് രാജകുമാർ പറഞ്ഞത്? ദിലീപിന് ജാമ്യം കിട്ടും. ശ്രീ ജോർജ് ജോസഫും അത് തന്നെയാണ് പറഞ്ഞത്. അത് ക്ലോസ് ആവുകയല്ല ചെയ്തത്, അത് തെളിവ് നശിപ്പിക്കലാവുകയാണ്. തെളിവ് നശിപ്പിക്കലാവുകയാണ്. അതപ്പോൾ ഏത് വാദമാണ് രക്ഷപ്പെടാൻ മുന്നോട്ട് വെക്കുന്നത് അത് പ്രതിക്കൂട്ടിലാക്കുകയാണ് ചെയ്യുക.